അതുപോലെ ഇന്നും പാട്ടിലാ തുടങ്ങിയത് കേട്ടോ സുഹൃത്തുക്കളെ. ഇത് ഞങ്ങൾ ഇന്ന് സോജില പാസ് 0 പോയിന്റിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ശരിക്ക് പ്രകൃതി രമണീയത എന്നൊക്കെ പറഞ്ഞാൽ ഇതിൻ്റെ അപ്പുറമില്ല എന്നുള്ളത് ആളുകൾ കാശ്മീരിൽ ഇഷ്ടപ്പെടുന്നത് ഈ സോജില പാസിലേക്കുള്ള വഴിയുണ്ടല്ലോ. സത്യം പറഞ്ഞാൽ എൻ്റെ ശബ്ദത്തിൽ തന്നെ വ്യത്യാസമില്ലേ. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ആഹ്ലാദമാണ്. കുറച്ച് നാൾ മുമ്പ് പോയിട്ട് ഞാനത് വീഡിയോ എടുത്ത് വെച്ചിട്ട് ഇപ്പോഴാണ് വോയിസ് കൊടുക്കുന്നത്. പക്ഷെ ആ ഒരു പശ്ചാത്തലം കാണുമ്പോഴുണ്ടാകുന്ന നമ്മുടെ ദൃഷ്ടിയിൽ അല്ലെങ്കിൽ നമ്മുടെ മനോമുഖരത്തിൽ തെളിയുകയാണ് ആ ഒരു കാഴ്ച. എന്ത് രസമാണറിയോ. ഇങ്ങനെ ഹൈറ്റിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. 0 വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ മഞ്ഞില്ലാത്ത സമയത്തായതുകൊണ്ട് ഓക്കെ, അതൊരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. മഞ്ഞുള്ള സമയത്തൊരു ഭംഗി, മഞ്ഞില്ലാത്ത സമയത്ത് മറ്റൊരു ഭംഗി. മഞ്ഞാണ് ശരിക്കും കൃത്യമായിട്ടുള്ള ഒരു സംഗതി. സോജില പാസും ഇന്ന് പോകുന്നുണ്ട്. അതുപോലെ തന്നെ പഹൽഗാം പോകുന്നുണ്ട്. അവിടെ ബൈസൺ വാലി പോകുന്നുണ്ട്. നമ്മുടെ ഇന്ത്യയിലെ എന്താ പറയുക സ്വിറ്റ്സർലാൻഡ്, സെക്കൻഡ് സ്വിറ്റ്സർലാൻഡ് എന്ന് പറഞ്ഞ ബൈസൺ വാലി പോകുന്നുണ്ട്. അങ്ങനെ ഇന്ന് 2-3 സ്ഥലങ്ങൾ ഇന്ന് പോകുന്നുണ്ട്. ഇത് മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇന്നത്തെ ദിവസത്തെ അല്ല, പ്രിയപ്പെട്ടവർക്ക് അറിവിലേക്കായി പറയുകയാണ്. ഇത് 2 ദിവസമൊക്കെ ആയിട്ട് പോയതാണ്. അതിന് ഞാൻ അറ്റാച്ച് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. എന്താണെങ്കിലും ഈ പോകുന്ന വഴിക്കുള്ള കാഴ്ച, ഇങ്ങനെ ആകാശം മുട്ട നിൽക്കുന്ന ചന്തമുള്ള ഈ മലനിരകൾ എന്ത് രസം നോക്കൂ. ഇങ്ങനെ എന്ത് രസമാണ് നോക്ക്. ചിത്രം കാണുമ്പോഴുണ്ട് ചിത്രം അടിപൊളിയായിട്ടുള്ള ഗംഭീര തെളിഞ്ഞ മാനവും മേഘവും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ കണ്ടാലും മതിവരാത്ത ഒരു കാഴ്ചയായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മൾ ഫസ്റ്റ് ജമ്മുവിൽ നിന്ന് കാശ്മീരിലേക്ക് വരുമ്പോൾ ഉണ്ടായിരുന്ന ചെങ്കുത്തായ മലനിരകളും താഴ്ചകളും ഒക്കെ അത് മറ്റൊരു ഭംഗി. ഇത് നമ്മുടെ പാരലായിട്ട് ഇങ്ങനെ കാണുന്നത് അയ്യോ എന്താ രസം അറിയോ. ഇത് കണ്ടോളൂ, ഞാൻ എന്തായാലും ഇത്തിരി മിണ്ടാതിരിക്കാം. ഇവിടെ കുറച്ച് ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്തിട്ടു കേട്ടോ വണ്ടി. താഴ്ച നോക്കിയോ എൻ്റെ പൊന്നുകളെ, ഭയങ്കര താഴ്ചയും അത് ചെങ്കുത്തായ മലകളും ഒക്കെ ആയിട്ട് ഒരു പ്രത്യേക തരം ഭംഗി കേട്ടോ. ഇങ്ങനെ വട്ടം ചുറ്റി റോഡ് പോകണം. മലകളിലേക്ക് മുകളിൽ കയറുകയാണല്ലോ. 0 പോയിന്റിലേക്കാണ് കയറുന്നതേ. അവിടെ നിന്നാണ് പിന്നെ ദൂരേക്കൊക്കെ നമ്മുടെ അതിർത്തികളിലേക്ക് പോകണമെങ്കിൽ പിന്നെയും പോകണം. അയ്യോ അതൊക്കെ കേട്ടപ്പോൾ ഭയങ്കര അതിശയം തോന്നി. ഈ ജനങ്ങൾ കൂടി നിൽക്കണുണ്ടല്ലേ, അവിടെ ഒത്തിരി വെള്ളം ഒഴുകണുണ്ടല്ലേ. അതൊരു ഐസിൻ്റെ ചെറിയൊരു പാറ അതങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. കണ്ടില്ല, ആളുകളെ കളിക്കണം കണ്ടില്ല അതിൽ. ഇതാണ് ഐസിൻ്റെ പാറ. അങ്ങനെ തട്ടിയാൽ വരും, പക്ഷെ അത് പോണേയില്ല. ഈ കണ്ട ആളുകൾ മുഴുവൻ അതിൽ വന്നിട്ട് സംഗതി തട്ടി നോക്കുന്നുണ്ട്, പക്ഷേ പോണില്ല. അതൊരു രസകരമായ ഐസ് പാറ. ഇങ്ങനെ കുറേശ്ശേ കിട്ടും. അതെ അത്രേ ഉള്ളൂ. വീണ്ടും യാത്ര തുടരുകയാണ് ഞങ്ങൾ. ഏതാണ് ഒരു ഐസിൻ്റെ ഇപ്പം കണ്ട പാറ പോലെയുള്ള ഒരു സംഗതികളാണത്. അവിടെ ആ ഒരു വെളുത്ത് കാണുന്നത് മലകൾക്കിടയിൽ മേഘം പോലുണ്ട്. ഇവിടെ സോജില പാസ് എത്തി. ജനറൽ KS തിമ്മയ്യ അറിയാലോ, പത്മഭൂഷൺ അവാർഡ് കിട്ടിയ സൈന്യാധിപൻ എന്ന് പറയാം. ഇവിടത്തെയൊക്കെ കാഴ്ചയുണ്ടല്ലോ, ഇവിടത്തെയൊക്കെ കാഴ്ച ശരിക്കും ജീവിതത്തിൽ ഒരു തവണ കാണേണ്ടതാണെന്ന് പറയാതിരിക്കാൻ വയ്യ. അത്രയും ചന്തമാണ് കേട്ടോ അവിടെ. എന്തൊരു രസം എന്ന് വെച്ചാൽ ആകാശം ഇങ്ങനെ നമ്മുടെ അടുത്ത് ഇങ്ങനെ നിന്നിട്ട് നീല മേഘങ്ങളും ഈ വെള്ള മേഘങ്ങളും നീല ആകാശവുമായിട്ട് ഇങ്ങനെ കാണുകയാണത്. എന്തോ രസം അറിയും. അതിന് അദ്ദേഹത്തിൻ്റെ ഒപ്പൊക്കെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. ആ ടാങ്കിൻ്റെ ഒരു ചിത്രം. ഇത് വൈഫായിട്ട് നിൽക്കുകയാണ് സോജില പാസ് എന്ന് എഴുതിയ സ്ഥലത്ത്. സോജില. ഇതാണ് ഇത്തിരി സ്ലോ മൂവ്മെൻ്റൊക്കെ വേണ്ടേ. ദേശീയ പതാക ഉയർന്നു പാറട്ടെ. നമ്മുടെ രാജ്യത്തെ എല്ലാ പൗരന്മാരും
ഏകോദര സഹോദരന്മാരെ പോലെയും സൗഹൃദത്തിൽ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. അന്നത്തെ ദിവസം എത്തി. ആ വിസിറ്റ് കഴിഞ്ഞിട്ട് പിന്നെ തൊട്ടടുത്ത ദിവസമുള്ള യാത്രയിലാണ് ഇത് സംഗതി. ഞങ്ങൾ സാധന സാമഗ്രികളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ്. കുങ്കുമം അതുപോലെയുള്ള വിഭവങ്ങളൊക്കെ വാങ്ങിക്കാൻ വന്നതാണ്. മാതളം ആ ഒരു ഷോപ്പിൻ്റെ അടുത്ത് നിന്നാണ്. വീണ്ടും പാട്ട് തുടങ്ങി ഞങ്ങൾ. സാറ് മാഷ് കോഴിക്കോട്ടെ സാറാണ് കേട്ടോ. ഷാജു മാഷിൻ്റെ പാട്ട്. വൈഫ് ടീച്ചറാണ്, വിളിക്കുന്നത് കോഴിക്കോടാണേ. ഇത് തൃശ്ശൂരുകാരാണ്, ലത്തീഫ് സാറ്. എല്ലാവരും കൊണ്ടും പഠിപ്പിച്ചു. കംപ്ലീറ്റ് എല്ലാവരും പാടാൻ അറിയാത്തവരും. ഇതിങ്ങനെ ആപ്പിൾ തോട്ടം, നമ്മൾക്കൊക്കെ ഒരു വിചാരമുണ്ട് കാശ്മീരിൽ പോയി കഴിഞ്ഞാൽ ആപ്പിൾ തോട്ടത്തിൽ ഇഷ്ടം പോലെ വിലസ് നടക്കാം, ഇങ്ങനെ തോന്നിയ പോലെ പറിച്ച് കളിക്കാൻ തൊട്ട്. ഞാൻ അബദ്ധത്തിൽ ഇത് ഹോം മെയ്ഡ് അങ്ങനെ ആപ്പിൾ ജ്യൂസാണ് കേട്ടോ. ഞാൻ അബദ്ധത്തിലൊന്ന് എൻ്റെ കൈയൊന്നും മുട്ടിട്ടൊരു ആപ്പിളൊന്നും വീഴുന്നു. എൻ്റെ പൊന്ന് സുഹൃത്തുക്കളെ, ആ ചെങ്ങാതി എന്നെ നോക്കിയിട്ട് എന്തൊക്കെയോ ഹിന്ദിയിൽ പറഞ്ഞു. പക്ഷേ മലയാളത്തിലാണെങ്കിൽ ഞാൻ തട്ടി. ഹിന്ദി അറിയാത്തത് കൊണ്ട് ഞാൻ പിന്നെ മൗനം പാലിച്ചു സോറി എന്ന് പറയേണ്ടി വന്നു. ഇവിടെ ഒരു ആപ്പിളിങ്ങനെ വില കുറവുണ്ട്, അതൊക്കെ കുറവൊക്കെ ഉണ്ട്, വില കുറവുണ്ട്. വീണ്ടും ഷാജു മാഷിൻ്റെ പാട്ട് മാപ്പിളപ്പാട്ടാണ്. പഹൽഗാം എന്ന സ്ഥലത്തെത്തി. ഈ പഹൽഗാമിൽ നിന്ന് പിന്നെ നമ്മൾ കുതിരപ്പുറത്ത് പോകണം. ഇതാ ബൈസൺ വാലിയിലേക്ക്. ബൈസൺ വാലി മിനി സ്വിറ്റ്സർലൻഡ് എന്നറിയപ്പെടുന്ന സ്ഥലമാണ്. ഇന്ത്യയിലെ മിനി സ്വിറ്റ്സർലൻഡാണ് ഈ പറഞ്ഞ വലിയൊരു പുൽമൈതാനം. അതിനെ മഞ്ഞ് നിറഞ്ഞിരിക്കുകയാണെങ്കിൽ നല്ല സുഖമുണ്ടാവും. പക്ഷേ മഞ്ഞ് കാലഘട്ടം അല്ലാത്തതുകൊണ്ട് അതില്ല. പക്ഷേ ഈ ഒരു യാത്ര അവിസ്മരണീയം കേട്ടോ സുഹൃത്തുക്കളെ. കുതിരപ്പുറത്തിങ്ങനെ 1.5 മണിക്കൂർ സഞ്ചരിക്കുകയാണ്. സൂപ്പറായിട്ട് നമ്മളിങ്ങനെ എന്തോ വലിയ കാര്യം ചെയ്യും പോലെയാണ് ഇപ്പം ഞാനൊക്കെ. കുതിരപ്പുറത്ത് ടിപ്പു സുൽത്താൻ പോകുമ്പോൾ ആ രീതിയിലാണ് നമ്മുടെ മനസ്സിൽ കിടക്കുന്ന ഒരു സങ്കല്പം. റോഡൊക്കെ ഭയങ്കരമായിട്ടുള്ള ഇതാണ് കേട്ടോ. വളരെ ആഴവും അതുപോലെ കല്ലും പാറയും നിറഞ്ഞ ശരിക്കും വല്ലാത്ത റോഡാണത്. നടവഴികളെ റോഡെന്ന് പറയാൻ പറ്റില്ല. ഈ സ്ഥലത്തെത്തി. ഇതാണ് ബൈസൺ വാലി. അങ്ങനെ ഒഴിഞ്ഞൊരു പുൽമൈതാനം എന്ന് പറയും. ചുറ്റും പൈൻമരങ്ങൾ നിറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് പിന്നിലായിട്ട് മലകൾ, നിരന്ന് നിൽക്കുന്ന മലകളുണ്ട്. നല്ല ചന്തം എന്ന് തന്നെ പറയാതിരിക്കാൻ വയ്യ. സൂപ്പർ കാഴ്ച. ഇതാണ് ഗോൾഫ് മൈതാനം പോലില്ലേ, ബ്രിട്ടീഷുകാരൊക്കെ ഉപയോഗിക്കുന്ന ഗോൾഫ് മൈതാനം പോലുണ്ട് അല്ലേ. സൂപ്പറായിട്ടുണ്ട് കേട്ടോ. എന്തായാലും അതിഗംഭീരം എന്ന് പറയാതിരിക്കാൻ വയ്യ. ഞാൻ ഇതുവരെ ഇത് കയറിയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് പേടിയാണ് സത്യം പറഞ്ഞാൽ. മൂന്നാറിലൊക്കെ ഇപ്പോൾ വൈഫും ടീമൊക്കെ കയറി, പക്ഷേ ഞാൻ കയറില്ല. ഇവിടുന്ന് ഹൈറ്റ് കുറവായതുകൊണ്ട് ഇങ്ങനെ ധൈര്യം അവലംബിച്ച് ഇങ്ങനെ കയറിയതാണ്. കണ്ടില്ല, പേടിയിലെ കയറിയില്ലേ. എത്തി. ഓക്കെ. അതുപോലെ ലഡർ റിവർ, പഹൽഗാമിലെ ലഡർ നദി. കുതിരകളിങ്ങനെ നടക്കുന്നുണ്ട്. അരുവ് വാലി എന്ന് പറഞ്ഞാൽ വളരെ ഭംഗിയുള്ളതാണ്. പക്ഷേ ഞാൻ കുറച്ചേ അതിൻ്റെ എടുത്തിട്ടുള്ളൂ. കുറച്ച് നേരം മുമ്പിലേക്ക് പോകണം. അപ്പോൾ ഇതേപോലെ താഴ്വര മൈതാനം, അതാണ് അരുവ് വാലി. ഇത് ബേട്ടാബ് വാലി. അങ്ങനെ 2-3 വാലി ഒരു 1-2 ദിവസമായിട്ട് പോയതാണ്. ബേട്ടാബ് വാലി അതിൻ്റെ കാഴ്ചയും ഗംഭീരം. അതുകൊണ്ടല്ലോ മലകളിങ്ങനെ അതിർത്തി മലകൾ കോട്ടകൾ പോലെ നിൽക്കുകയാണ്. ഇവിടെ ഇങ്ങനെ ഗോൾഫ് മൈതാനം പോലെ നിൽക്കുന്നുണ്ട്. ഇതാ ചെമ്മരിയാടിൻ്റെ ഒരു ഗംഭീരം. വയസ്സായ ആളാണ് പുള്ളിക്കാരി. ഇതതിലേറെ ചന്തം. ബേട്ടാബ് വാലിയിലെ കാഴ്ചകൾ. അടുത്തോട്ടൊരു പുഴ ഒഴുകുന്നുണ്ട്.
അതിൽ എന്തോ ഒരു പുഴയൊക്കെ ഒരു ചന്തം അറിയാം. നമ്മുടെ അവിടുത്തെ തെളിഞ്ഞ വെള്ളം പോലെയല്ല, ഒരു സമുദ്രത്തിലേക്ക് നീല വെള്ളം പോലുള്ള അതവിടുത്തെ മണ്ണിൻ്റെ ആ ഉപരിതലത്തിൻ്റെ പ്രത്യേകതയാണെന്ന് തോന്നുന്നു. കണ്ടില്ലേ, ഒരു ലൈറ്റ് ബ്ലൂ തരത്തിലാണ്. ഭയങ്കര തണുപ്പാണ്. അതുകൊണ്ട് പിന്നെ ഞങ്ങളവിടെ വൈകുന്നേരം എത്തിയത്, അതുകൊണ്ട് കുളിക്കാനൊന്നും പറ്റിയില്ല. പിന്നെ എല്ലാവരും ടൈമിൽ വണ്ടിയിൽ കയറുകയും വേണ്ട. അതുകൊണ്ട് തന്നെ നല്ല ഒഴുക്കാണ്, സൂപ്പറായിട്ടില്ല, നല്ല സ്റ്റൈലായിട്ടില്ല. ഇറങ്ങുകയൊക്കെ ചെയ്തു. നല്ല ഈ പുഴ കാണാൻ തന്നെ നല്ല രസമാണ്. അതാണ് വലിയ രസം. സൂപ്പർ കാഴ്ചയായിരുന്നു കേട്ടോ. ഈ അരുവാലി നല്ല സ്റ്റൈലാണ്. ബേട്ടാവാലി ഇങ്ങനെ ഇവിടെ ആടുകൾ, ഇതൊക്കെ കുക്ക വലിക്കുന്ന ആൾക്കാരാണ്. ആടുണ്ടായിരുന്നു, ഒരാട്. അതിൻ്റെയൊക്കെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഞാനതിൽ അറ്റാച്ച് ചെയ്തില്ല, വേറെ സെപ്പറേറ്റ് ആയിട്ട് കാണിക്കാം. പഹൽഗാം പോലീസ് സ്റ്റേഷൻ. ഇത് ആടാണ്. ആടിങ്ങനെ നിൽക്കുക. പിന്നെ നമ്മളൊരു വെറുതെ ഒരു ടൈം കേട്ടോ അത്